പ്രിയമുള്ളവരെ, എല്ലാവർക്കും ആർജേസ് മൈൻഡ് പവറിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ 14-ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ നന്ദി പറയുന്നത് മനുഷ്യൻ്റെ 2 അടിസ്ഥാന ആവശ്യങ്ങൾക്കാണ്. അതിലാദ്യം നമുക്ക് ആഹാരത്തിനും പിന്നീട് വസ്ത്രത്തിനും നന്ദി പറയാം. ആദ്യം നമുക്ക് ആഹാരത്തിൻ്റെ കാര്യമെടുക്കാം. ആഹാരത്തിന് നന്ദി പറയുമ്പോൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? അതെ, നമ്മൾ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്നപ്പോൾ മുതൽ നമുക്ക് വേണ്ടതെല്ലാം അമ്മയിൽ നിന്ന് ഒരു പൊക്കിൾക്കൊടിയിലൂടെ ദൈവം നമുക്കായി എത്തിച്ചു തന്നു. അന്നു മുതലാണല്ലോ ആഹാരം നമ്മൾ കഴിക്കാൻ തുടങ്ങിയത്. പിന്നീട് അമ്മയുടെ മുലപ്പാലായിരുന്നു നമ്മുടെ ആഹാരം. അതിനും നന്ദി പറയണം. പിന്നെ നമ്മൾ കുടിച്ച വെള്ളത്തിനും ഓരോരോ ഭക്ഷണ സാധനങ്ങൾക്കും നന്ദി പറയാം. നല്ല രുചിയുള്ള അല്ലെങ്കിൽ പ്രത്യേകതയുള്ള പലതരത്തിലുള്ള ഭക്ഷണം നമ്മളൊക്കെ നമ്മുടെ ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ കഴിച്ചിട്ടുണ്ടാകും. എല്ലാം ഓർത്ത് നന്ദി എഴുതണം. ഒപ്പം അത് ഉണ്ടാക്കി തന്ന ആൾക്കും അത് വിളമ്പി തന്ന ആൾക്കും നന്ദി പറയണം. അതുപോലെ ഭക്ഷണം നമ്മിലേക്ക് എത്തിച്ചു തരുന്ന ദൈവത്തിന് നന്ദി പറയണം. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ വാങ്ങാൻ പണം ചെലവാക്കുന്ന ആൾക്കും നന്ദി പറയണം. ഭക്ഷണ പദാർത്ഥങ്ങൾ കൃഷി ചെയ്യുന്ന കർഷകർക്കും നമുക്ക് നന്ദി പറയാം. ചോറ്, കറികൾ, ബിരിയാണി, പപ്പടം, പായസം, ഫ്രൂട്ട്സ്, കേക്ക്, ഐസ്ക്രീം, പലഹാരങ്ങൾ, ജ്യൂസ്, അങ്ങനെ നിരവധി നിങ്ങൾ കഴിച്ച എല്ലാ തരത്തിലുള്ള ഭക്ഷണത്തെ ഓർത്ത് നന്ദി എഴുതാം. അതുപോലെ ഇങ്ങനെ നന്നായി ഭക്ഷണം കഴിക്കാൻ കഴിയുന്നതിനും നന്ദി പറയണം. നമ്മുടെ ഈ ലോകത്ത് കുറേ പേർ പട്ടിണി കൊണ്ട് അല്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ട് ഒക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ് അല്ലേ? അതോടൊപ്പം നമുക്ക് കുടിക്കാൻ കിട്ടുന്ന ശുദ്ധജലത്തിനും നന്ദി പറയണം. ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങളിൽ പലരും ചെയ്യുന്ന കാര്യമാവാം, എന്നാലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എപ്പോഴും വെള്ളം കുടിക്കാനെടുക്കുമ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും അത് നമ്മിലേക്ക് എത്തിച്ച ആ പ്രപഞ്ചശക്തിക്ക് അല്ലെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം. ഇനി അടുത്ത നന്ദി നമ്മൾ ഇത്രയും കാലം ധരിച്ച വസ്ത്രങ്ങൾക്ക് വേണ്ടിയാണ്. വസ്ത്രങ്ങൾ പല കാറ്റഗറിയിലുണ്ടാകും. വീട്ടിലിടുന്നത്, പുറത്തേക്ക് പോകുമ്പോൾ ഇടുന്നത്, ഫങ്ഷൻ ഉപയോഗിക്കുന്നത്, യൂണിഫോം, നൈറ്റ് ഡ്രസ്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള നമ്മൾ ധരിച്ച അല്ലെങ്കിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് നന്ദി എഴുതണം. ആ വസ്ത്രങ്ങൾ നമുക്ക് വാങ്ങിച്ചു തന്നവർക്കും അല്ലെങ്കിൽ അത് വാങ്ങാനുള്ള പണം നമ്മളിലേക്ക് എത്തിച്ചവർക്കും എല്ലാം നന്ദി പറയണം. അതുപോലെ ആ വസ്ത്രങ്ങളെല്ലാം ഉണ്ടാക്കിയവർക്കും നമുക്ക് നന്ദി പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ നമ്മൾ എന്തിനെല്ലാം നന്ദി പറയാൻ മറന്നു എന്ന്? എന്തായാലും ഇത്രയും ദിവസം നിങ്ങൾ എഴുതിയ നന്ദി ദൈവം കാണാതെ പോകില്ല. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് താങ്ക് യു.